ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ്. 15 ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. വിത്ത് റിലേറ്റഡ് ഫാക്ട്സും കൂടി നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, 61ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? 61ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 2023 ജനുവരിയിലാണ് നടന്നത്. എവിടെയാണ് നടന്നത്? കോഴിക്കോടാണ് നടന്നത്. ഇതിന് കിരീടം നേടിയത് കോഴിക്കോട് തന്നെയാണ്. അപ്പം വേദി എവിടെയെന്ന് ചോദിച്ചാലും ആൻസർ കോഴിക്കോടാണ്. അതുപോലെ തന്നെ കിരീടം നേടിയതും കോഴിക്കോടാണ്. ഓക്കെ, ഏതു മലയാള കവിയുടെ ജന്മശതാബ്ദി ദിനമായിരുന്നു 2023 ജനുവരി 10-ന്? 2023 ജനുവരി 10-ന് ഏത് മലയാള കവിയുടെ ജന്മശതാബ്ദി ദിനം ആയിരുന്നു? ആരുടെ ആയിരുന്നു? ആയിരുന്നത് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിൻ്റെതാണ്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ ജന്മശതാബ്ദി ആയിരുന്നു 2023 ജനുവരി 10. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല യാത്ര നടത്തുന്ന കപ്പലിന്റെ പേര് എന്താണ്? ഓക്കെ, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ആഡംബര നദീജല യാത്ര നടത്തുന്ന കപ്പലിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, MV ഗംഗാ വിലാസ് ആണ്. MV ഗംഗാ വിലാസ് വാരണാസിയിൽ നിന്ന് ആരംഭിച്ച്, വാരണാസി എവിടെയാണ്? ഉത്തർപ്രദേശിൽ. അവിടെ നിന്ന് ആരംഭിച്ച് ബംഗ്ലാദേശ് വഴി അസമിലെ ദിബ്രുഗഡിലേക്കാണ് 51 ദിവസം നീളുന്ന 3200 കിലോമീറ്റർ ദൂരം താണ്ടുന്ന യാത്രയാണിത്. ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും 27 നദീതടങ്ങളിലൂടെയാണ് ഈ MV ഗംഗാ വിലാസ് എന്ന കപ്പൽ കടന്നു പോകുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, 2023 ഫെബ്രുവരി 28-ന് നടക്കുന്ന ദേശീയ ശാസ്ത്ര ദിനാഘോഷത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ഏതാണ്? ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിനായി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിനായി എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഈ ഫെബ്രുവരി 28-ന്റെ പ്രത്യേകത എന്താണ്? 1928 ഫെബ്രുവരി 28-നാണ് നമ്മുടെ CV രാമൻ എന്ത് കണ്ടുപിടിച്ചത്? രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഫെബ്രുവരി 28-ന് ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഫെബ്രുവരി 28-ന്റെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിനായി എന്നതാണ്. രാജ്യത്ത് ഏറ്റവും ഉയർന്ന തോതിൽ വായു മലിനീകരണം നേരിടുന്ന ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് ഏതാണ്? ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡൽഹിയാണ്. ഡൽഹി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള സിറ്റി എന്ന് പറയുന്നത്. ഹരിയാനയിലെ ഫരീദാബാദിനാണ് 2ാം സ്ഥാനം. പിന്നെ ഗാസിയാബാദ്, ഉത്തർപ്രദേശിലെ ഗാസിയാബാദിനാണ് 3ാം സ്ഥാനം. ഫരീദാബാദ് 2ാം സ്ഥാനം, ഗാസിയാബാദ് 3ാം സ്ഥാനം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2022-ലെ കണക്കുകൾ വിലയിരുത്തിയ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം ആണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, തകഴി, ബഷീർ എന്നിവരുടെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി അടുത്തിടെ സ്കോട്ട്ലൻഡിൽ അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതൻ ആരാണ്? ആൻസർ ഡോക്ടർ R.E. ആഷർ ആണ്. ഡോക്ടർ R.E. ആഷർ ആണ് ആൻസർ. തകഴി, ബഷീർ എന്നിവരുടെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ സ്കോട്ട്ലൻഡുകാരനാണ് ഡോക്ടർ R.E. ആഷർ. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകി വരുന്ന 2023-ലെ ഹരിവരാസനം അവാർഡ് നേടിയത് ആരാണ്? ഹരിവരാസനം അവാർഡ് നേടിയത് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ഓപ്ഷൻ ബി ആണ്, ശ്രീകുമാരൻ തമ്പി. ദെൻ, ഭൂമി ഇടിഞ്ഞു താഴുകയും കെട്ടിടങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കുകയും വഴി അടുത്തിടെ വാർത്താ പ്രാതിനിധ്യം നേടിയ നഗരം ഏത് നഗരത്തിനാണ് അങ്ങനെ ഒരെണ്ണം ഉണ്ടായത്? ഉത്തരാഖണ്ഡിലാണ് ആ നഗരം. ആൻസർ ഓപ്ഷൻ എ ആണ്, ജോഷിമഠ് ആണ്. ജോഷിമഠിലാണ് ഭൂമി ഇടിഞ്ഞു താഴുകയും കെട്ടിടങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കുകയും വഴി അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയ നഗരം. യൂറോ വിനിമയ നാണയമായി സ്വീകരിച്ച ഏറ്റവും പുതിയ രാജ്യം ഏത്? യൂറോ വിനിമയ നാണയമായിട്ട് സ്വീകരിച്ച ഏറ്റവും പുതിയ രാജ്യം? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രൊയേഷ്യ. നെക്സ്റ്റ് ചോദ്യം, 2023-ലെ മിസ് യൂണിവേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്?
മിസ് യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അർബോണി ഗബ്രിയേൽ ആണ്. അർബോണി ഗബ്രിയേൽ ആണ് 2023 മിസ് യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. USA കാരിയാണ്. ആര്? അർബോണി ഗബ്രിയേല്. 2023 ജനുവരിയിൽ ഒഡീഷയിൽ നടന്ന പുരുഷ ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ആയിരുന്ന ആമയുടെ പേര് എന്താണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സി ആണ്, ഒലി എന്ന ആമയാണ്. ഇനി ബെൽജിയത്തിനെ തോൽപ്പിച്ചുകൊണ്ട് ജർമ്മനിയാണ് ലോകകപ്പ് ഹോക്കി സ്വന്തമാക്കിയത്. നെക്സ്റ്റ് ചോദ്യം, തദ്ദേശീയ കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2023 മുതൽ രാജ്യത്തെ വിദ്യാലയങ്ങളിൽ നടത്തുന്ന പ്രത്യേക പദ്ധതി ഏതാണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഭാരതീയ ഗെയിംസ് ആണ്. ഭാരതീയ ഗെയിംസ്. ഗൂഗിളിന്റെ, ആൻഡ്രോയിഡിന്റെ, ആപ്പിളിന്റെ iOS-നും ബദലായി ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഭരോസ് ആണ്. ഭരോസ്. അടുത്ത ചോദ്യം, MM കീരവാണിയുടെ യഥാർത്ഥ പേര് എന്താണ്? നിങ്ങൾക്കറിയാം, ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയ RRR എന്ന ചിത്രത്തിലെ നാട്ടു എന്ന ഗാനം എന്താണ്? ഗാനരചനയും നടത്തിയത് ആരാണ്? നമ്മുടെ കീരവാണിയാണ്. ഗാനത്തിന് ഈണം പകർന്നത് അല്ലേ? മ്യൂസിക് ഡയറക്ടർ ആരാണ്? കീരവാണിയാണ്. കീരവാണിയുടെ യഥാർത്ഥ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മരകത മണി എന്നാണ്. മരകത മണി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2023 പ്രവാസി ഭാരതീയ ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായിരുന്ന ഗയാന പ്രസിഡന്റ് ആരാണ്? ഗയാനയിലെ പ്രസിഡന്റ് ആണ്. ആരാണ്? ഗയാനയിലെ പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയാണ്. സുരിനാം പ്രസിഡന്റും വന്നായിരുന്നു, അത് ചന്ദ്രിക പ്രസാദ് സന്തോഖിയാണ്. പിന്നീട് വന്നത് ഗയാന പ്രസിഡന്റ്, അത് ആരാണ്? മുഹമ്മദ് ഇർഫാൻ അലിയാണ്. ഓക്കെ, അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, മോഡൽ എക്സാംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, അതുപോലെ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട്, അതായത് 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടും എന്തുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.